വിശുദ്ധ അൽഫോൺസ് ലിഗോരി 16-ാമത്തെ വയസ്സിൽ നേപ്പിൾസ് സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ ബിരുദം നേടിയ അഡ്വക്കേറ്റ്, വക്കീല. 19-ാമത്തെ വയസ്സ് മുതൽ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ടീനേജിന്റെ ക്ലൈമാക്സിൽ എത്തിയിരിക്കുന്ന ആ പ്രായം മുതൽ വക്കീലായിട്ട് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു 8-9 വർഷക്കാലം വാദിച്ച ഒരു കേസും തോറ്റുപോയിട്ടില്ല. ജ്ഞാനമുള്ള, നല്ല കഴിവുള്ള, കാര്യപ്രാപ്തിയുള്ള, സാമർഥ്യമുള്ള, പ്രാഗൽഭ്യമുള്ള നല്ലൊരു വക്കീലായിട്ട് ഇദ്ദേഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ 8 വർഷം കഴിഞ്ഞു. ആ സമയത്ത് വളരെ വിവാദപരമായ ഒരു കേസ് വന്നു. ഇദ്ദേഹം ഈ കേസ് വാദിച്ചാൽ വിജയിക്കുന്ന എല്ലാവർക്കും ഉറപ്പാ. അൽഫോൺസ് ലിഗോരി എന്ന് പറയുന്ന ഈ അഡ്വക്കേറ്റ് ആ കേസ് ഏറ്റെടുത്തു വാദിച്ചു മുന്നോട്ട് പോയപ്പോ എങ്ങനെയോ അതിലെ പ്രധാനപ്പെട്ട ഒരു രേഖ അൽഫോൺസ് ലിഗോരിയുടെ കണ്ണിപ്പെട്ടില്ല. എതിർപക്ഷത്തുള്ളവര് ആ രേഖ തെരഞ്ഞു പിടിച്ച് ഇവനെതിരായിട്ട് വാദിച്ച് അങ്ങനെ ഇത്രയും നാള് പരാജയം അറിയാതെ തന്നൊരു വലിയ അഡ്വക്കേറ്റ് ആണെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അൽഫോൺസ് ലിഗോരി ജീവിതത്തിൽ ആദ്യമായിട്ട് പരാജയപ്പെട്ടു. ആ പരാജയം അദ്ദേഹത്തിന്റെ കണ്ണു തുറന്നു. ഇത്രയേ ഉള്ളൂ, ലോകം തരുന്ന പദവികളും ലോകം തരുന്ന ബഹുമതികളും ഒക്കെ എന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ വഴി അവൻ മാറി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അൽഫോൺസ് ലിഗോരി ഇതാ മുന്നോട്ട് പോകുമ്പോൾ വൈദികനായി റിഡംപ്റ്ററിസ്റ്റ് സഭ, സന്യാസ സഭയ്ക്കൊക്കെ രൂപം കൊടുത്ത് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്ന ഇന്ന് സഭയിൽ അറിയപ്പെടുന്ന ഒരു വിശുദ്ധനായിട്ട് അൽഫോൺസ് ലിഗോരി മാറി. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒരു ദൈവിക പദ്ധതി ഒളിഞ്ഞിരിപ്പുണ്ട് പറയുള്ളവരെ. അതൊന്ന് തിരിച്ചറിയണമെങ്കിൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തോട് ചേർന്നിരിക്കണം.